ഈ ഒരൊറ്റ വെബ്സൈറ്റ് മതി നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു പുതിയ നഴ്സിന് അവരുടെ കരിയർ ഡിസൈൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി. ഈ വെബ്സൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഫ്രീ ആണ്. ഇനി ഫ്രീ ആയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ നിറച്ച് പരസ്യമായിരിക്കും. അതിൻ്റെ സൈഡിലും നമ്മുടെ കണ്ടന്റിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും എല്ലാം പരസ്യങ്ങളുണ്ടാവും. എന്നാൽ ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത ഇതൊരു ഒരൊറ്റ പരസ്യം പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കും പരസ്യമില്ലാത്ത ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ആണല്ലോ, അത് അതിൻ്റെ കണ്ടന്റ് ലോ ക്വാളിറ്റി ഇരിക്കുന്നുവെന്ന്. എന്നാൽ പെയ്ഡ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും വളരെയധികം നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഖാൻ അക്കാദമി എന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ്. അമേരിക്കയിലുള്ള സാൽ ഖാൻ എന്നയാൾ ആണ് ഈ വെബ്സൈറ്റ് ആദ്യമായി ഡിസൈൻ ചെയ്തതും ഇത് പബ്ലിക്കിന് വേണ്ടി ഫ്രീ ആയി ഓപ്പൺ ചെയ്ത് കൊടുത്തതും. നമസ്കാരം, ഞാൻ വിനോദ്. ഗ്ലോബൽ നഴ്സ് പ്രാ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നേഴ്സസിനിടയിൽ തന്നെ അവരുടെ കരിയറിന് വേണ്ടി IELTS അല്ലെങ്കിൽ OET പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റീഡിംഗ്, റൈറ്റിംഗ്, ഗ്രാമർ ഈ 3 ഏരിയയിൽ ഇമ്പ്രൂവ് ആവുന്നതിന് വേണ്ടി 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഖാൻ അക്കാദമി. ഇനി അതല്ല, നിങ്ങളൊരു എക്സാം പ്രിപ്പറേഷൻ, അതായത് ഒരു തിയറി എക്സാം, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കോ വേണ്ടി ശ്രമിക്കുന്ന ഒരു നേഴ്സാണെങ്കിൽ അവർക്കും ഫലപ്രദമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഖാൻ അക്കാദമി. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിരിക്കും ഉപയോഗിക്കുക. അതിന് മുമ്പ് ഒരു കാര്യം മറന്നുപോയി. ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ അതല്ല ഒരു കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അവൈലബിൾ ആയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും ലാപ്ടോപ്പിൽ തന്നെ ഇത് ഉപയോഗിക്കണമെന്നാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലും ഉപയോഗിക്കാം. ഞാനിത് രണ്ടിലും ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് പറയാൻ കഴിയും. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്, യൂസ്ഫുൾ എന്നല്ല, കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉള്ളത് ടാബ്ലറ്റിലും ലാപ്ടോപ്പിലുമാണ്. ഓക്കെ, ആദ്യമായി ഞാൻ ഗൂഗിളിൽ വന്നു, ഖാൻ അക്കാദമി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഖാൻ അക്കാദമി കിഡ്സ് AI എന്നുള്ളത് കാണുന്നുണ്ട്. ഇതിൽ ഖാൻ അക്കാദമി മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, ഞാൻ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ നേരിട്ട് കാരണം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ID ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ലോഗൗട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡ് മുകളിൽ കാണാൻ പറ്റും. അവിടെ ആ സൈനപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലൊരു ഫ്ലാഗ് കാണുന്നുണ്ട്, ഖാൻ അക്കാദമി ഖാൻ മിഗോ ഈസ് നൗ അവൈലബിൾ ഇൻ യുവർ കൺട്രി. അതൊരു ഖാൻ അക്കാദമിയുടെ തന്നെ AI ആണ്. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നേരിട്ടിട്ട് നിങ്ങളുടെ സൈനപ്പ് പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സൈനപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് വിടുകയാണ്. ഞാൻ വീണ്ടും എൻ്റെ ID വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മൾ എൻ്റെ പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ട് താഴെ നമുക്ക് എത്ര പോയിന്റ് ഇത്ര നാൾ കൊണ്ട് നമ്മൾ കളക്ട് ചെയ്തു എന്ന് കാണാൻ സാധിക്കും. എനിക്ക് 4,13,000 സംതിങ് പോയിന്റ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാലമായി ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. ഞാനത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അല്ലാതെ ഞാൻ വെറുതെ ഒരു റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചല്ല. ഇത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ട് യൂസ് ചെയ്തില്ല. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് എത്രയെന്നെല്ലാം അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേജിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇനി കോഴ്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഡ് കോഴ്സസ് ഇതിൽ നമുക്ക് തെളിഞ്ഞു വരും. ഞാനതിൽ ടെസ്റ്റ് പ്രിപ്പ് എന്ന സൈഡിൽ ഡിജിറ്റൽ സാറ്റ് എന്നുള്ള സാധനമാണ് ക്ലിക്ക് ചെയ്തത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഫ്രീ സാറ്റ് പ്രിപ്പറേഷൻ. അതിൽ കോഴ്സ് സമ്മറി കാണാൻ പറ്റും. ഈ സാറ്റിൽ 2 തരത്തിലുള്ള മാത്സും ഉണ്ട്, റീഡിംഗ് റൈറ്റിംഗ്. നമ്മളതിൽ റീഡിംഗ് റൈറ്റിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരുപാട് യൂണിറ്റുകളുണ്ട്. യൂണിറ്റ് 11 വരെ ഉണ്ട്. 11th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്. ഏറ്റവും മുകളിൽ യൂണിറ്റ് 2 ആണ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാം, ഞാനിപ്പോൾ ഒരു വീഡിയോ ഐക്കൺ കാണുന്ന ഒരു ടാബാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജി എന്നുള്ള ഒരു വീഡിയോ തെളിഞ്ഞു തരുന്നത് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഒരു റീഡിംഗ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് ആ ആൻസറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 3 തരത്തിലുള്ള ഐക്കൺ. ഒന്നൊരു പെന്നിൻ്റെ ഐക്കൺ, രണ്ടാമത്തെ വീഡിയോയുടെ ഐക്കൺ, മൂന്നാമത്തത് ഒരു PDF-ൻ്റെ ഐക്കൺ. ഇനി അടുത്തതായി ഞാനതിലെ വേറൊരു ഐക്കണായിട്ടുള്ള പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. അത് ക്വസ്റ്റ്യൻസ് ആണ്. റെഡി ടു പ്രാക്ടീസ് 4 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും ABCD എന്നുള്ള 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റത്തെ റീഡിങ്ങിൽ വായിച്ച് നോക്കിയതിന് ശേഷം ഏതാണ് ഉത്തരമെന്ന് തോന്നുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉത്തരം റൈറ്റ് ആണോ റോങ് ആണെന്ന്. ഞാൻ ആദ്യമേ തന്നെ 3 റോങ് ആൻസറാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനിത് വായിക്കുന്നു. ചെറുതായിട്ട് വായിക്കുന്നതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാൻ സമയം കിട്ടുന്നില്ല. അതിന് മുമ്പേ തന്നെ ഞാനിത് വീഡിയോ റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന 3 ഉത്തരങ്ങളും തെറ്റായിരിക്കും. അതിനുശേഷം 4ാമത്തെ ഉത്തരം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ഉത്തരം തെറ്റാണെങ്കിൽ കൂടി അത് അടുത്തേക്ക് പോകില്ല, നമുക്ക് വീണ്ടും ചാൻസ് തരാണ് ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഉത്തരം റൈറ്റ് ആവുന്നവരെ നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതേപോലെയുള്ള 4 ക്വസ്റ്റ്യൻസ് വീതം അടങ്ങുന്ന പ്രാക്ടീസുകളാണ്. ഇങ്ങനെ 1-2 പ്രാക്ടീസുകളുടെ ഇഷ്ടം പോലെ പ്രാക്ടീസുകൾ ഇതിലുണ്ട്. അതെല്ലാം നമുക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം, നമ്മുടെ ലെവൽ അപ്പ് ആവുന്നവരെ. നമ്മൾ ലെവൽ അപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് അവിടെ മുകളിൽ കാണിക്കുന്ന ഐക്കൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും.
ലൈറ്റ് പർപ്പിൾ മുതൽ ഡാർക്ക് പർപ്പിൾ വരെ ആ കളർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ് അറിയാൻ കഴിയുന്നത്. ഇനി അടുത്തതായി ഞാൻ ആ 11th സെക്ഷനിലെ ഒരു ഗ്രാമർ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പോലെ തന്നെ 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നോ ചേഞ്ച് ആണ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ട് വി ആർ എന്നുള്ളത് റൈറ്റ് ആണോ റോങ് ആണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റിയ ഒരു പ്രതിപാദിച്ചിരിക്കുന്ന ഷെയ്ഡ് ബോൾസിനെ പറ്റിയിട്ടാണ്. ഷെയ്ഡ് ബോൾസ് എന്ന് പറയുമ്പോൾ ദേ ആർ ആണെന്നുള്ളത് അറിയാം നമുക്ക്. അങ്ങനെ റൈറ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നേരിട്ട് അടുത്തേക്ക് പോവുകയല്ല, ഓരോന്നിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇൻകറക്റ്റ് ആയതെന്ന്. ഞാൻ വീണ്ടും കോഴ്സ് സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം NCLEX-RN പ്രിപ്പറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഞാൻ മുകളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് NCLEX-RN എന്നുള്ള ഓപ്ഷൻ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു NCLEX പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ NCLEX ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതിൽ NCLEX-RN എന്നുള്ള പോർഷൻ കിട്ടില്ല. NCLEX-RNൻ്റെ കോഴ്സ് ഗാൻ അക്കാഡമി ടെർമിനേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത്. പക്ഷേ നമുക്കത് ആർക്കൈവ്ഡ് സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിനുള്ള വഴി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതിനുമുമ്പ് നിങ്ങൾ വീണ്ടും ഈ കോഴ്സ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ സയൻസ് എന്നുള്ള സെക്ഷനിൽ സി ഓൾ സയൻസ് എന്നുള്ള ഏറ്റവും താഴെ ഒരു ലിങ്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് സയൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കുമാണ്. അതിൽ തന്നെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഹെൽത്ത് ആൻഡ് മെഡിസിൻ എന്നുള്ളത് കാണാൻ പറ്റും. ആ ഹെൽത്ത് ആൻഡ് മെഡിസിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഹെൽത്ത് ആൻഡ് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ കണ്ടന്റ് എത്ര വാസ്റ്റ് ആണെന്നുള്ളത്. സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാ സിസ്റ്റംസും ഇതിൽ എക്സ്പ്ലെയിൻഡ് ആണ്. അതെല്ലാം നമുക്ക് ഇതിന് കാണാൻ പറ്റും. ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ അടുത്ത കാലത്ത് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കേണ്ട ആവശ്യം വന്ന സമയത്ത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബ്ലൂ ടിക്സ് കാണുന്നത്. അത് ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. കുറച്ച് റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് നോക്കിയാണ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ടാണ് ബ്ലൂ ടിക്സ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ അതിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂട്യൂബാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ യൂട്യൂബിലും കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈറ്റിൽ നിന്ന് കാണാം. ഈ സൈറ്റിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ്, എനർജി പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്ര സമയത്തിൽ സ്പെൻഡ് ചെയ്തു എന്നറിയാനും നമ്മുടെ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഇതിൽ നിന്ന് കാണുമ്പോഴാണ്. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സൈറ്റിൽ നിന്നോ അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിലെ ആ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസിസിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെയധികം ഇൻറ്ററാക്റ്റീവായിട്ട് വളരെയധികം എൻഗേജിങ് ആക്കിയിട്ടാണ് അവർ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതിലെ ഓരോ വീഡിയോ ഇതുപോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻസ് എല്ലാം വളരെ സിമ്പിളാണ്, വളരെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഈ സൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാൻ ഈ സൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വീഡിയോ കാണാനും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും എല്ലാം സാധിക്കും. ഇനി നിങ്ങൾക്കിത് നഴ്സിംഗ് സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു വെബ്സൈറ്റ് അല്ല. നിങ്ങൾക്ക് പലതരം കണ്ടന്റുകൾ ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ കോഴ്സ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2nd ഗ്രേഡ്, 3rd ഗ്രേഡ്, 6th ഗ്രേഡ് വരെ ഞാൻ യൂസ് ചെയ്തതായിട്ട് കാണാം. 7th ഗ്രേഡൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ വെബ്സൈറ്റ്. അതുകൊണ്ടാണ് ഇതിൽ കാണുന്നത് യൂസ്ഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെയധികം നല്ലൊരു വെബ്സൈറ്റാണ്. ഇതിലെ കണ്ടന്റ് വളരെ വാസ്റ്റാണ്, ഹൈ ക്വാളിറ്റിയാണ്, ഫ്രീ ആണ്, ആഡ് ഫ്രീ ആണ്. ഇനി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് NCLEX-RNൻ്റെ ആർക്കൈവ്ഡ് ആയിട്ടുള്ള സൈറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം NCLEX-RN എന്നുള്ള സൈറ്റിലെത്തി പോർട്ടലിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ എത്ര യൂണിറ്റ് ഉണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും സിസ്റ്റം വൈസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് 8 എൻഡോക്രൈൻ സിസ്റ്റം, ഡിസീസ്, ലിംഫാറ്റിക് സിസ്റ്റം, അങ്ങനെ മസ്കുലോസ്കെലറ്റൽ, നെർവസ് സിസ്റ്റം, മെൻ്റൽ ഹെൽത്ത് വരെയുള്ള ഒരുപാട് ഏറ്റവും 21 യൂണിറ്റ് 21 മെൻ്റൽ ഹെൽത്താണ്. ഞാനതിൽ ആങ്സൈറ്റി എന്നുള്ളൊരു ഏരിയ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ ആ PDF-ൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറേ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ലെഫ്റ്റ് സൈഡിൽ വീഡിയോയുടെ ഉണ്ട്, PDF-ൻ്റെ ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് PDF-ൻ്റെ ആണ്. ഇനി നമുക്കത് വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീണ്ടും പഴയ പോലെ തന്നെ ഓപ്പൺ ആയി വരികയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം വളരെയധികം എൻഗേജിങ് ആക്കിയിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കണ്ടിരുന്നു പോകും. ഒരുപാട് സമയം നമ്മളിൽ സ്പെൻഡ് ചെയ്യും, നമ്മുടെ എനർജി പോയിൻറ്റ്സ് കൂടും. അപ്പോൾ ഇതാണ് ഈ വെബ്സൈറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലേ ഔട്ട് എന്ന് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടോ ഇതിലെ എക്സ്പ്ലനേഷൻസ് ഒക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് 5 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഈ വെബ്സൈറ്റിനുള്ളത്. ഒന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് ഫ്രീ ആണ്. രണ്ടാമത്തത്, ഇതിൽ ആഡുകളേ ഇല്ല. മൂന്നാമത്തത് എന്ന് പറയാൻ അതിൻ്റെ കണ്ടന്റ് ക്വാളിറ്റിയാണ്. വളരെ പ്രീമിയം കണ്ടന്റാണ് ഗാൻ അക്കാഡമി വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമതായി പറയാനുള്ളത്, നമ്മുടെ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യുകയും ചെക്ക് ചെയ്യുകയും നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താനും പറ്റും എന്നുള്ളതാണ്. അഞ്ചാമതായി പറയാനുള്ളത്, ഒറ്റ പ്ലാറ്റ്ഫോം, മെനി കോഴ്സസ്. അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നല്ലോ, ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ നഴ്സസിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് NCLEX-RN പ്രിപ്പറേഷൻ, സാറ്റ് പ്രിപ്പറേഷൻ എന്നിവയാണ് എന്നുണ്ടെങ്കിലും ഇനി അതല്ല, നിങ്ങൾക്ക്
നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഒരുപാട് കോഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. തീർച്ചയായും ഈ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെഡ് ടോക്സിൽ പോയി സാൽഖാൻ ടെഡ് ടോക്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു 11 ഇയേഴ്സ് മുമ്പുള്ളതും 7 ഇയേഴ്സ് മുമ്പുള്ളതും 13 ഇയേഴ്സ് മുമ്പുള്ളതുമായിട്ടുള്ള 3-4 വീഡിയോകൾ ലഭിക്കും. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും വാല്യൂ ലഭിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.